ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മളിപ്പോൾ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ആണല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ബേസിക് സയൻസ് നോക്കാം. ബേസിക് സയൻസ് പാർട്ട് 1ലെ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 5ാമത്തെ ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. മനുഷ്യ ശരീരത്തിലെ ശ്വസന വ്യവസ്ഥയെക്കുറിച്ചും അതുപോലെ ദഹന വ്യവസ്ഥയെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. നമുക്കറിയാം, നമ്മുടെ PSC എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണല്ലേ. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതിനു മുമ്പ് ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ക്ലാസ് മുഴുവൻ കാണണേ. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. 5ാമത്തെ ചാപ്റ്റർ ആണ് മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഒരു പോയിന്റ് കൊടുത്തിട്ടുള്ളത് പോഷണം. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണ്. നാം കഴിക്കുന്ന ആഹാരത്തിന് നമ്മുടെ ശരീരത്തിൽ വെച്ച് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ നാം കഴിക്കുന്ന ആഹാരത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്നും അതുപോലെ നമ്മുടെ ശരീരം ആ ഒരു ആഹാരത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നതെന്നാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. ആഹാര സ്വീകരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ് തന്നിട്ടുണ്ട്. പോഷണത്തിന് 5 ഘട്ടങ്ങളാണുള്ളത്. അതിൻ്റെ ആദ്യ ഘട്ടമാണ് ആഹാര സ്വീകരണം അല്ലെങ്കിൽ ഇൻജക്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷണം അല്ലേ. ഈ ഒരു പോഷണത്തിന് 5 ഘട്ടങ്ങളാണുള്ളത്. അതിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് ആഹാര സ്വീകരണം. ആഹാരം ആദ്യം എത്തുന്നത് വായിലാണ്. വായിൽ വെച്ച് ആഹാരത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? ഉമിനീരുമായി കലരുന്നുണ്ട് അല്ലേ. ഉമിനീരുമായി കലരുന്നു. പിന്നെന്താണ്? ആഹാരം ചവച്ചരയ്ക്കപ്പെടുന്നതും വായിൽ വെച്ച് തന്നെയാണ് അല്ലേ. ആഹാര സ്വീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഭാഗങ്ങളാണ് ചുണ്ട്, നാക്ക്, പല്ല് എന്നിവ അല്ലേ. പല്ല്, ആഹാര പദാർത്ഥങ്ങൾ ചവച്ചരയ്ക്കുന്നത് പല്ലുകൾ ഉപയോഗിച്ചാണ്. ആഹാരം കടിച്ചു മുറിക്കുന്നതിനും ചവച്ചരയ്ക്കുന്നതിനും അനുയോജ്യമായ ഘടനയും ക്രമീകരണവുമാണ് പല്ലുകൾക്കുള്ളത്. ഇനി ഇവിടെ പല്ലിന്റെ നടുകെയുള്ള ഛേദത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പല്ലിന്റെ ഏറ്റവും പുറമേയുള്ള കോട്ടിംഗ് ആണ് ഇനാമൽ. പല്ലിന്റെ ഉപരിതല പാളിയാണ് ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥവും പല്ലിന്റെ ഇനാമലാണ്. അപ്പോൾ പല്ലിന്റെ ഉപരിതല പാളി ഇനാമലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഏതെന്ന് ചോദിച്ചാലും അത് പല്ലിന്റെ ഇനാമലാണ്. പാൽപ്പല്ലുകളും സ്ഥിരദന്തങ്ങളും. എന്താണ് പാൽപ്പല്ലുകൾ അല്ലെങ്കിൽ മിൽക്ക് ടീത്ത്? ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. ഈ പല്ലുകളാണ് പാൽപ്പല്ലുകൾ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ മിൽക്ക് ടീത്ത്. മുകളിലും താഴെയുമായി 10 വീതം ആകെ 20 പാൽപ്പല്ലുകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. ഈ പല്ലുകളാണ് പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മുകളിലും താഴെയുമായി 10 വീതം ആകെ 20 പാൽപ്പല്ലുകളാണ് ഉണ്ടാകുന്നത്. അടുത്ത ഹെഡിങ് ആണ് സ്ഥിരദന്തങ്ങൾ അല്ലെങ്കിൽ പെർമനന്റ് ടീത്ത്. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയതിനു ശേഷം പിന്നീട് മുളയ്ക്കുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ അല്ലെങ്കിൽ പെർമനന്റ് ടീത്ത്. ഇവ പൊട്ടിപ്പോവുകയോ ഇളകിപ്പോവുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പകരം പുതിയ പല്ലുകൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയതിനു ശേഷം പിന്നീട് മുളയ്ക്കുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ. ഇവ പൊട്ടിപ്പോവുകയോ ഇളകിപ്പോവുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പകരം പുതിയ പല്ലുകൾ ഉണ്ടാവുന്നില്ല. ഇനി ഇവിടെ ഒരു വായിലെ പല്ലുകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എത്ര തരം പല്ലുകളാണുള്ളത്? 4 തരം പല്ലുകളാണ് അല്ലേ. ചർവണകം, അഗ്രചർവണകം, കോമ്പല്ല്, ഉളിപ്പല്ല്. ഇനി പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന പല്ലുകളുടെയും അതുപോലെ ആ ഒരു പല്ലിന്റെ സ്ഥാനവും എണ്ണവും ഉപയോഗവും ഒക്കെയാണ് ഈ ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഉളിപ്പല്ല് അല്ലെങ്കിൽ ഇൻസിസർ. മുൻവശത്ത് മുകളിലും താഴെയുമായി 4 പല്ലുകൾ വീതമാണ് ഉണ്ടാവുക. അതുപോലെ ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് എന്താണ്? ഉളിപ്പല്ലാണ് കേട്ടോ. അപ്പോൾ മുൻവശത്തും മുകളിലും താഴെയുമായിട്ട് 4 പല്ലുകൾ വീതമാണ് ഉളിപ്പല്ല് ഉണ്ടാവുക. ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഉപയോഗം. അടുത്തത് കോമ്പല്ലാണ്. ഉളിപ്പല്ലുകളുടെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് 2 പല്ലുകൾ വീതമാണ് കോമ്പൽ ഉണ്ടാവുക. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നത് കോമ്പല്ലാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. അപ്പോൾ അത് പറഞ്ഞ നമ്മൾ ഉളിപ്പല്ലിലെ മുൻവശത്ത് മുകളിലും താഴെയുമായി 4 പല്ലുകൾ വീതം ഉണ്ടാവും. അപ്പോൾ ആഹാര വസ്തുക്കൾ എന്താണ്? കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് ഉളിപ്പല്ല്. ഇനി കോമ്പൽ എന്താണ്? ഉളിപ്പല്ലുകളുടെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 2 പല്ലുകൾ വീതം ഉണ്ടാവുക. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നത് കോമ്പല്ല് അല്ലെങ്കിൽ കേനൈൻ.
അടുത്തത് അഗ്രചർവണകാണ്. അഗ്രചർവണകം എന്താണ്? കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 4 പല്ലുകൾ വീതമാണ് അഗ്രചർവണകം. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. അപ്പോൾ എന്താണ് അഗ്രചർവണകം എത്ര ഉണ്ടാകുക? കോമ്പല്ലിന് സമീപമാണ്. അതുപോലെ ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 4 പല്ലുകൾ വീതം ഉണ്ടാവും. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. ഇനി ചർവണകാണ്. മുകളിലും താഴെയുമായി 6 പല്ലുകൾ വീതമാണ് ഉണ്ടാവുക. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാനാണ് ഈ ഒരു പല്ല് സഹായിക്കുന്നത്. അപ്പോൾ ചർവണകം മുകളിലും താഴെയുമായിട്ട് 6 പല്ലുകൾ വീതം ഉണ്ടാവും. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. ഇനി ഇവിടെ മാംസാഹാരികളുടെയും അതുപോലെ സസ്യാഹാരികളുടെയും പല്ലുകളിലെ ഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാംസാഹാരികളുടെ കോമ്പല്ലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചിരിക്കുന്നു. ഇവ മാംസം കടിച്ചു കീറാൻ സഹായിക്കുന്നു. സസ്യാഹാരികളിൽ ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കാനും അണപ്പല്ലുകൾ ആഹാരം ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു. മാംസാഹാരിക്ക് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഒരു ടൈഗറിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ്? മാംസാഹാരികൾക്ക് കോമ്പല്ലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചിരിക്കുന്നു. ഇവ മാംസം കടിച്ച് കീറാൻ സഹായിക്കുന്നു. അതുപോലെ എന്താണ്? സസ്യാഹാരികളിൽ ഉളിപ്പല്ലുകളാണ് ഉണ്ടാവുക. ആഹാരം കടിച്ചു മുറിക്കാനും അണപ്പല്ലുകൾ എന്താണ്? ആഹാരം ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു. അടുത്ത ഹെഡിങ് ആണ് ദന്തക്ഷയം. പല്ലുകൾ കേടുവരുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്താനായിട്ട് ഇവിടെ ഒരു പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. കാൽസ്യം സംയുക്തം കൊണ്ട് നിർമ്മിതമായ കാഠിന്യമേറിയ പദാർത്ഥമാണല്ലോ മാർബിൾ. ഇതിൻ്റെ ചെറിയ കഷ്ണം എടുത്ത് ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കുക. ഇതിനെ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ടുവെക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് ഇതെടുത്ത് ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് വീണ്ടും നിരീക്ഷിക്കുക. മാർബിൾ കഷ്ണത്തിന് എന്ത് മാറ്റമാണ് കാണുന്നത്? മാർബിൾ കഷ്ണം ദ്രവിക്കുന്നതായിട്ട് കാണും. അതെന്തുകൊണ്ടാണ്? ആസിഡ് കാൽസ്യം സംയുക്തമായ മാർബിളുമായി പ്രവർത്തിച്ചതാണ് ഇത് ഏറെ ദ്രവിക്കാൻ കാരണം. അതുപോലെ തന്നെ എന്താണ്? പല്ലിൻ്റെ ഇനാമലും ഒരു കാൽസ്യം സംയുക്തമാണ് അല്ലേ. അപ്പോൾ ഇത് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാലക്രമേണ നശിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പല്ലിൻ്റെ ഇനാമലും ഒരു കാൽസ്യം സംയുക്തമാണ്. അപ്പോൾ ഇത് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാലക്രമേണ നശിക്കുന്നു. ഇങ്ങനെയാണ് പല്ലുകൾ കേടുവരുന്നത്. അടുത്ത ഹെഡിങ് ആണ് നാക്ക്. രുചി അറിയാൻ നാക്കിൻ്റെ സ്വാദുമുകളുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ നാക്കിൻ്റെ മറ്റു ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? വിഴുങ്ങാൻ സഹായിക്കുന്നു. അതുപോലെ പല്ലുകൾക്ക് ചവച്ചരയ്ക്കാൻ പാകത്തിന് ആഹാരത്തെ വായ്ക്കുള്ളിൽ ചലിപ്പിക്കുന്നു. അപ്പോൾ രുചി അറിയാൻ നാക്കിന് മുകളിലെ സ്വാദുമുകുളങ്ങളാണ് സഹായിക്കുന്നത്. അതുപോലെ എന്താണ്? ഭക്ഷണത്തെ വിഴുങ്ങാൻ സഹായിക്കുന്നു എന്നുള്ളത് പോലെ പല്ലുകൾക്ക് ചവച്ചരയ്ക്കാൻ പാകത്തിന് ആഹാരത്തെ വായ്ക്കുള്ളിൽ ചലിപ്പിക്കുന്നു എന്നുള്ളതും എന്താണ്? നാക്കിൻ്റെ ധർമ്മങ്ങളാണ്. ഇനി വായ്ക്കുള്ളിലെ ഉമിനീർ നിർമ്മിക്കുന്നത് ഉമിനീർ ഗ്രന്ഥികളാണ്. ദഹനപ്രക്രിയയിൽ ഉമിനീരും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വായിലെ ഉമിനീർ ഗ്രന്ഥിയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദഹനപ്രക്രിയയിൽ ഉമിനീർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഉമിനീർ ഗ്രന്ഥികളാണ് ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത ഹെഡിങ് ആണ് ആഹാരം അന്നപഥത്തിലൂടെ. വായിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെടുന്ന ആഹാരം പിന്നീട് എന്താണ്? അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് എത്തുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് അന്നനാളം? വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് അന്നനാളം. ഇത് പേശികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് അന്നനാളം. ഇതെന്താണ്? പേശികളാൽ നിർമ്മിതമാണ്. അന്നനാള ഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിൽ എത്തുന്നത്. ഈ ചലനമാണ് പെരിസ്റ്റാൾസിസ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. അന്നനാള ഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിലേക്ക് എത്തുന്നത്. ഈ ഒരു ചലനമാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഹെഡിങ് ആണ് ആഹാരം ആമാശയത്തിൽ. വായ്ക്കുള്ളിൽ വെച്ച് ദഹനം ആരംഭിച്ച ആഹാര പദാർത്ഥങ്ങൾ അന്നനാളം വഴി ആമാശയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ആമാശയത്തിൽ വെച്ച് പോഷണത്തിൻ്റെ 2ാം ഘട്ടമായ ദഹനം അതല്ലെങ്കിൽ ഡൈജഷൻ ഭാഗികമായിട്ട് നടക്കുന്നത്. അപ്പോൾ എന്താണ്? ആമാശയത്തിൽ വെച്ച് എന്താണ്? പോഷണത്തിൻ്റെ 2ാം ഘട്ടമായ ദഹനം ഭാഗികമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ പോഷണത്തിന് 5 ഘട്ടങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആദ്യത്തേത് നമ്മൾ പഠിച്ചു ആഹാര സ്വീകരണം വായിൽ വെച്ചാണ് നടക്കുന്നത് അല്ലേ. രണ്ടാമത്തേതാണ് ദഹനം. ദഹനത്തിന് എന്താണ്? ഭാഗികമായിട്ട് നടക്കുന്നത് എവിടാണ്? ആമാശയത്തിൽ വെച്ചിട്ടാണ്. ഇനി ആഹാര പദാർത്ഥങ്ങൾ 4 മുതൽ 5 മണിക്കൂർ വരെ അവിടെ നിലനിൽക്കും. ആമാശയഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചില്ലേ പെരിസ്റ്റാൾസിസ് എന്ന്. അപ്പോൾ ഈ ഒരു തരംഗ രൂപത്തിലുള്ള ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നു. ആമാശയ ഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസം ദഹനത്തെ സുഗമമാക്കുന്നു. ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ആമാശയ ഭിത്തിയിൽ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പം എന്താണ്? ആമാശയ ഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന
ആമാശയ രസം എന്താണ് ദഹനത്തെ സുഗമമാക്കുന്നു. അപ്പോൾ ആമാശയ രസം ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ് ആമാശയ ഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികളാണ്. ഇന്നെന്താണ് ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ആമാശയ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും അതുപോലെ തന്നെ എന്താണ് രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്, ആമാശയം എന്താണ് ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതെന്താണ് മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും അതുപോലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആമാശയത്തിൽ വെച്ച് ഭാഗികമായിട്ടുള്ള ദഹനമാണ് നടക്കുന്നത്. ചെറുകുടലിൽ വെച്ചിട്ടാണ് ദഹനം പൂർത്തിയാവുന്നത്. അടുത്ത ഹെഡിങ് ആണ് ആഹാരം ചെറുകുടലിൽ. മനുഷ്യന്റെ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. പോഷണത്തിന്റെ രണ്ടാമത്തെ ഘട്ടമായ ദഹനം പൂർത്തിയാകുന്നതും പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നതും ഇവിടെ വെച്ചാണ്. ചെറുകുടലിന്റെ ആദ്യ ഭാഗത്ത് വെച്ച് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസവും ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന് ദഹനം പൂർത്തിയാവുന്നു. അപ്പോൾ ആമാശയത്തിൽ വെച്ച് ഭാഗികമായിട്ട് ദഹിച്ച ആഹാരം പിന്നീട് ചെറുകുടലിലേക്കാണ് എത്തുന്നത്. മനുഷ്യന്റെ ചെറുകുടലിന് എന്താണ് 5 മുതൽ 6 മീറ്റർ വരെയാണ് നീളമുള്ളത്. പോഷണത്തിന്റെ രണ്ടാമത്തെ ഘട്ടമായ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ്. അതുപോലെ എന്താണ് പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നതും എന്താണ് ചെറുകുടലിൽ തന്നെ വെച്ചിട്ടാണ്. അപ്പോൾ ചെറുകുടലിന്റെ ആദ്യ ഭാഗത്ത് വെച്ച് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം, അപ്പോൾ എന്താണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. പിന്നെന്താണ് ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസം അല്ലെങ്കിൽ പാങ്ക്രിയാറ്റിക് ജ്യൂസ്, അതിന്റെ ഭാഗമായിട്ട് ദഹിച്ച ആഹാരവുമായി കലർന്ന് ദഹനം പൂർണ്ണമാകുന്നു. അപ്പോൾ ചെറുകുടലിന്റെ ആദ്യ ഭാഗത്ത് വെച്ച് പിത്തരസവും അതുപോലെ ആഗ്നേയരസവും ഭാഗികമായിട്ട് ദഹിച്ച ആഹാരവുമായി ചേർന്ന് ദഹനം പൂർണ്ണമാകുന്നു. അപ്പം എന്താണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. അതുപോലെ എന്താണ് ആഗ്നേയരസം ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയഗ്രന്ഥിയാണ്. അപ്പോൾ ചെറുകുടലിൽ വെച്ച് ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാവുന്നുണ്ട്. പിന്നെന്താണ് ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളാണ് വില്ലസുകൾ. ഇവയിലൂടെയാണ് നാം കഴിക്കുന്ന ആഹാരത്തിന്റെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ഇതാണ് പോഷണത്തിന്റെ മൂന്നാം ഘട്ടം. അതായത് ആഗിരണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ആണ് മൂന്നാമത്തെ ഘട്ടം. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളാണ് വില്ലസുകൾ. ഇവയിലൂടെയാണ് നാം കഴിക്കുന്ന ആഹാരത്തിന്റെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ഇതാണ് പോഷണത്തിന്റെ മൂന്നാം ഘട്ടമായ ആഗിരണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ. രക്തത്തിൽ എത്തിച്ചേർന്ന പോഷക ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറുന്നു. ഇതാണ് സ്വാംശീകരണം അല്ലെങ്കിൽ എന്താണ് അസിമിലേഷൻ എന്ന് പറയും. ഇത് പോഷണത്തിന്റെ 4ാം ഘട്ടമാണ്. അപ്പൊ സ്വാംശീകരണമാണ് 4ാം ഘട്ടം. അപ്പൊ രക്തത്തിൽ എത്തിച്ചേർന്ന പോഷക ഘടകങ്ങൾ എന്താണ് ശരീരത്തിന്റെ ഭാഗമായി മാറുന്നതാണ് സ്വാംശീകരണം. അപ്പോൾ പോഷണത്തിന് 5 ഘട്ടങ്ങളാണുള്ളത് അല്ലേ? അതിൽ 4 ഘട്ടവും നമ്മൾ പഠിച്ചു. ഇനി എന്താണ് 5ാമത്തെ ഘട്ടം? വിസർജനമാണ് 5ാമത്തെ ഘട്ടം. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു. വൻകുടലിൽ വെച്ച് ദഹന അവശിഷ്ടങ്ങളിലുള്ള ജലവും ലവണങ്ങളും ആവശ്യാനുസരണം ആഗിരണം ചെയ്യപ്പെടുന്നു. തുടർന്ന് മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഈ പ്രക്രിയയാണ് മലവിസർജനം. ഇത് പോഷണത്തിന്റെ 5ാം ഘട്ടമാണ്. അപ്പോൾ ചെറുകുടലിൽ വെച്ച് ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ എന്താണ് വൻകുടലിലേക്ക് നീങ്ങുന്നു. വൻകുടലിൽ വെച്ച് ദഹനാവശിഷ്ടങ്ങളിലുള്ള ജലവും ലവണങ്ങളും ആവശ്യാനുസരണം ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. തുടർന്ന് മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഈ പ്രക്രിയയാണ് എന്ത് മലവിസർജനം. ഇത് പോഷണത്തിന്റെ 5ാം ഘട്ടമാണ്. ഇനി ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. ഇത് ഫില്ല് ചെയ്യാനാണ്. ഓരോ ഘട്ടങ്ങളാണ്. ആദ്യത്തെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആഹാരം സ്വീകരിക്കല്ലേ. പിന്നെന്താണ് ആഹാരം സ്വീകരിച്ചതിന് ശേഷം പിന്നാണ് ദഹനമാണ് നടക്കുന്നത്. പിന്നെന്താണ് ആഗിരണം, പിന്നെന്താണ് സ്വാംശീകരണം, പിന്നെ വിസർജനം. ഈ ഒരു ഫ്ലോ ചാർട്ട് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണേ. ഇനി അടുത്തതായിട്ട് ഏകകോശ ജീവിയായ അമീബയിൽ നടക്കുന്ന പോഷണത്തിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആഹാര പദാർത്ഥം എത്തുമ്പോൾ ആഹാര സ്വീകരണം ആദ്യം നടക്കുന്നത്, പിന്നെ ദഹനം, പിന്നെ ആഗിരണം, പിന്നെ സ്വാംശീകരണം, പിന്നെ പുറന്തള്ളൽ. ഇത് നോക്കിയാൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഇത് നമ്മുടെ മനുഷ്യന്റെ ദഹന വ്യവസ്ഥയിലുള്ള 5 ഘട്ടങ്ങൾ തന്നെയാണ് അല്ലേ. ഇനി ഇവിടെ കോഴി, പൂച്ച, പശു എന്നീ ജീവികളിലൊക്കെ ഉള്ള ദഹന വ്യവസ്ഥയുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവയൊക്കെ തന്നെ മനുഷ്യന്റെ ദഹന വ്യവസ്ഥയായിട്ട് സാമ്യമുള്ളതാണ്. അടുത്ത ഹെഡിങ് ആണ് ശ്വസനം മനുഷ്യനിൽ. എന്താണ് ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് ഉച്ഛ്വാസവും നിശ്വാസവും. വായു ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം അല്ലെങ്കിൽ ഇൻഹേലേഷൻ. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്ന പ്രവർത്തനമാണ് നിശ്വാസം അല്ലെങ്കിൽ എക്സ്ഹേലേഷൻ.
അപ്പോൾ എന്താണ് ഉച്ഛ്വാസം? വായു ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്ന പ്രവർത്തനമാണെന്ത്? നിശ്വാസം. ഇനി ഇവിടെ മനുഷ്യനിലുള്ള ശ്വസന വ്യവസ്ഥയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെ ഭാഗങ്ങളാണുള്ളത്? നാസദ്വാരം, ശ്വാസനാളം, ശ്വസനി, ശ്വസനിക, വായു അറ, ഡയഫ്രം. ഏതൊക്കെയാണ്? നാസദ്വാരം, പിന്നെ ശ്വാസനാളം, പിന്നെ ശ്വസനി, ശ്വസനിക, വായു അറ, ഡയഫ്രം. മനുഷ്യന്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ അറയാണ് ഔരസാശയം. അതിന് താഴെയുള്ള ഭാഗമാണ് ഉദരാശയം അല്ലെങ്കിൽ അബ്ഡോമിനൽ ക്യാവിറ്റി. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? മനുഷ്യന്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ അറയാണ് ഔരസാശയം. അതിന് താഴെയുള്ള ഭാഗമാണ് ഉദരാശയം. ഇവ വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണെന്ത്? ഡയഫ്രം. അപ്പോൾ ഔരസാശയത്തെയും അതുപോലെ ഉദരാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന പേശി നിർമ്മിതമായിട്ടുള്ളൊരു ഭിത്തിയാണെന്ത്? ഡയഫ്രം. ഇത് അല്പം മേലോട്ട് വളഞ്ഞാണ് ഇരിക്കുന്നത്. ഇതിന് കമാനാകൃതിയാണുള്ളത്. അപ്പം ഡയഫ്രത്തിന് കമാനാകൃതിയാണുള്ളത്. ഇതൊരു പേശി നിർമ്മിത ഭിത്തിയാണ്. ഇനി ഉച്ഛ്വാസവും നിശ്വാസവും നടക്കുമ്പോൾ ഡയഫ്രത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രം ചുരുങ്ങുകയും വളവ് അല്പം നിവരുകയും ചെയ്യുന്നു. അതിനാൽ ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. തൽഫലമായി അന്തരീക്ഷവായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ശ്വാസകോശം വികസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രം ചുരുങ്ങുകയും വളവ് അല്പം നിവരുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ എന്താണ്? ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. തൽഫലമായി അന്തരീക്ഷവായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ശ്വാസകോശം വികസിക്കുകയും ചെയ്യുന്നു. ഇനി എന്താണ്? നിശ്വാസ സമയത്ത് ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുക ചെയ്യുന്നത്. ശ്വാസകോശവും പൂർവ്വസ്ഥിതിയിലാകുന്നു. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നു. അപ്പോൾ നിശ്വാസ സമയത്ത് ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു. ശ്വാസകോശവും പൂർവ്വസ്ഥിതിയിലാകുന്നു. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നു. അടുത്ത ഹെഡിങ് ആണ് ശ്വസനപഥം. നാസദ്വാരത്തിലൂടെ അകത്ത് കടക്കുന്ന വായു ശ്വാസകോശങ്ങളിലെ വായു അറയിലെത്തുന്നു. വായുവിൻ്റെ ഈ സഞ്ചാരപാതയാണെന്ത്? ശ്വസനപഥം എന്ന് പറഞ്ഞാൽ. അപ്പോൾ വായു നാസദ്വാരത്തിലൂടെ കടന്നെന്താണ്? വായു ശ്വാസകോശങ്ങളിലെ വായു അറയിലേക്ക് എത്തുന്നുണ്ട്. ഈ ഒരു സഞ്ചാരപാതയാണെന്ത്? ശ്വസനപഥം. ഇനി ഇവിടെ ശ്വാസകോശത്തിലെ വായു അറയിലേക്ക് വായു എത്തുന്നതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുള്ള സൂചികയുടെ അടിസ്ഥാനത്തിൽ ഇത് ഫില്ല് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് നാസദ്വാരത്തിൽ നിന്നാണ് അല്ലേ? നാസദ്വാരത്തിൽ നിന്ന് ശ്വാസനാളത്തിലൂടെ എന്താണ്? വായു ശ്വസനിയിലെത്തുന്നു. പിന്നെന്താണ്? ശ്വസനയിൽ നിന്നും ശ്വസനിക, പിന്നെന്താണ്? ശ്വസനികയിൽ നിന്നും വായു അറ അല്ലേ? അപ്പോൾ നാസദ്വാരം, ശ്വാസനാളം, ശ്വസനി, ശ്വസനിക, പിന്നെന്താണ്? വായു അറ. ഇവിടെ ശ്വസനത്തിൻ്റെ ഒരു പ്രക്രിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഉച്ഛ്വാസത്തിൽ നിന്ന് തുടങ്ങുകയാണ്. ഡയഫ്രം ചുരുങ്ങി വളവ് അല്പം നിവരുന്നു. വാരിയലിൻ കൂട് ഉയരുന്നു. പിന്നീട് ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. ശ്വാസകോശം വികസിക്കുന്നു. വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പം എന്താണ്? ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു. വാരിയലിൻ കൂട് താഴുന്നു. ഔരസാശയത്തിന്റെ വ്യാപ്തി കുറയുന്നു. ശ്വാസകോശം ചുരുങ്ങുന്നു. ശ്വാസകോശം ചുരുങ്ങുമ്പോൾ എന്താണ്? ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തു പോകുന്നു. ഇതാണ് എന്താണ്? ഒരു ശ്വസന പ്രക്രിയയിൽ നടക്കുന്നത്. അപ്പോൾ ശ്വസനത്തിൻ്റെ മെയിനായിട്ട് രണ്ട് പ്രക്രിയയാണ് ഉച്ഛ്വാസവും നിശ്വാസവും. ഇനി ഇവിടെ ഓരോ ഉച്ഛ്വാസത്തിലും നിശ്വാസത്തിലുമുള്ള വായുവിൻ്റെ അളവാണ് കൊടുത്തിട്ടുള്ളത്. ഓക്സിജൻ എന്താണ്? ഉച്ഛ്വാസവായുവിൽ ഓക്സിജൻ 21%. എന്നാൽ എന്താണ്? നിശ്വാസവായുവിൽ പുറത്തേക്ക് വരുന്നത് 15%. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് 0.04 ആണ്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? നിശ്വാസത്തിൽ എന്താണ്? 4%. പിന്നെന്താണ്? നൈട്രജനോ ഉച്ഛ്വാസവായുവിൽ 78%. അതുപോലെ എന്താണ്? നിശ്വാസവായുവിലും അതേപോലെ നൈട്രജനും പുറത്തേക്ക് പോകുന്നുണ്ട് 78%. പിന്നെ ജലബാഷ്പം 0.96 ആണ്. അതുപോലെ എന്താണ്? ജലബാഷ്പം പുറത്തേക്ക് പോകുന്നത് 3 ആണ്. ഈ ഒരു ടേബിൾ നോട്ട് ചെയ്യണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് പുകവലിയും ആരോഗ്യ പ്രശ്നങ്ങളും. പുകവലി ശ്വാസകോശത്തിന്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കും. പുകയിലടങ്ങിയ കരിയും ടാറും മറ്റ് വിഷപദാർത്ഥങ്ങളും ശ്വാസകോശത്തിൽ തങ്ങി നിൽക്കും. ഇത് നിലയ്ക്കാത്ത ചുമയ്ക്ക് കാരണമാകും. പുകയിലയിൽ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ശ്വസനത്തിലെ വൈവിധ്യം. നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ജലജീവിയാണല്ലോ പാരമീസിയം. ഏകകോശ ജീവിയായ ഇവയിൽ എങ്ങനെയാണ് വാതക വിനിമയം നടക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് പാരമീസിയത്തിന്റെ. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ജലത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ എന്താണ്? കോശസ്തരം വഴി പാരമീസിയം സ്വീകരിക്കുകയാണ്. പിന്നെന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു. അടുത്തതായിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ശ്വസനത്തിലെ വൈവിധ്യം.
എന്താണ് ഇവിടെ കുറച്ച് ജീവികളും അതുപോലെ എന്തിനാണ് അതിൻ്റെ ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ എന്താണ് മണ്ണിരയാണ്. മണ്ണിര എന്താണ് ഈർപ്പമുള്ള ത്വക്കാണ് അതിൻ്റെ ശ്വസനാവയവം. എന്താണ് മണ്ണിരയുടേത് ഈർപ്പമുള്ള ത്വക്കാണ്. അതുപോലെ മത്സ്യത്തിൻ്റെ എന്താണ് ശകുലങ്ങളാണ്. ശകുലങ്ങളാണ് മത്സ്യത്തിൻ്റെ ശ്വസനാവയവം. ശകുലങ്ങളാണ് അല്ലെങ്കിൽ ചെകിളപ്പൂക്കൾ എന്ന് പറയും. അതുപോലെ തവളയാണ് എനിക്ക് കൊടുത്തിട്ടുള്ളത്. തവള എന്താണ് കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശമാണ്. അതുപോലെ തന്നെ എന്താണ് വെള്ളത്തിലായിരിക്കുമ്പോൾ ഈർപ്പമുള്ള ത്വക്കാണ് അതിൻ്റെ ശ്വസനാവയവം. എന്താണ് തവളയുടേത് കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശം, വെള്ളത്തിലായിരിക്കുമ്പോൾ ഈർപ്പമുള്ള ത്വക്കും. അടുത്തത് ചിലന്തിയാണ്. ചിലന്തി ബുക്ക് ലങ്സ് വഴിയാണ് ശ്വസിക്കുന്നത്. എന്താണ് ഓരോന്ന് നോക്കാം. മണ്ണിരയിൽ ഈർപ്പമുള്ള ത്വക്കാണ്. അതുപോലെ മത്സ്യത്തിൻ്റെത് ശകുലങ്ങൾ അല്ലെങ്കിൽ ചെകിളപ്പൂക്കൾ. തവള കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശം, അതുപോലെ വെള്ളത്തിലായിരിക്കുമ്പോൾ ഈർപ്പമുള്ള ത്വക്ക്. ചിലന്തിയിൽ ബുക്ക് ലങ്സ്. ഇനി എന്താണ് ഇവിടെ ശ്വസനം എന്ന് കൊടുത്തിട്ടുണ്ട്. ജീവികൾ അവയുടെ പരിസരത്തു നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വസനം. അപ്പോൾ ജീവികൾ അവയുടെ പരിസരത്ത് നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന പ്രക്രിയയാണെന്ത് ശ്വസനം അല്ലെങ്കിൽ റെസ്പിറേഷൻ. അടുത്തത് സസ്യങ്ങളുടെ ശ്വസനം എന്നാണ്. എന്താണ് ജന്തുക്കളെ പോലെ സസ്യങ്ങളും അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു. ഇലകളിലും ഇളം കാണ്ഡങ്ങളിലും കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ. ഇതുവഴിയാണ് വാതക വിനിമയം നടക്കുന്നത്. അപ്പോൾ ഇലകളിലും ഇളം കാണ്ഡങ്ങളിലൊക്കെ കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളായിട്ടുള്ള ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ വഴിയാണ് സസ്യങ്ങളിൽ ശ്വസനം നടക്കുന്നത്. എന്താണ് മറ്റു സസ്യങ്ങൾ എന്താണ് ജന്തുക്കളെ പോലെ തന്നെ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. ഇതിൽ നമ്മൾ ദഹനം, ശ്വസനം എന്ന് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സ് നമ്മൾ നന്നായിട്ട് പഠിച്ചില്ലേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് നമ്മൾ പഠിച്ചു. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കട്ടോ. അപ്പോൾ ഇതുവരെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാതെ ഉടൻ തന്നെ ജോയിൻ ചെയ്യണേ. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്